പിന്നെ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പെർമനൻ്റായിട്ട് ഗാലറി നിർമ്മിക്കാൻ പോകും. 2.25 കോടി ഉറുപ്പിക അതിനുവേണ്ടി MLA ഫണ്ടിൽ നിന്ന് നീക്കിവെച്ചു. അതിൻ്റെ പ്രവർത്തനം അടുത്ത് തന്നെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. അതുപോലെ തന്നെയാണ് ഈ നിലമ്പൂർ റോഡിൻ്റെ മുൻവശം കാണുന്ന വലിയ കെട്ടിടം, പഴയ കെട്ടിടം, അത് പൊളിച്ചു മാറ്റി അവിടെ വളരെ വിസ്തീർണം ഉണ്ടാവും. ഇപ്പോൾ നഗരസഭ അതിൻ്റെ വലതുഭാഗത്തുള്ള ബസ് സ്റ്റാൻഡിന് മുമ്പിലൊക്കെ പൊളിച്ചു മാറ്റിയ കെട്ടിടങ്ങളൊക്കെ നമ്മുടെ വിസ്താരം കൂടി. ഇതും അവിടെ തന്നെ വളരെ വേഗത്തിൽ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരുപാട് MLA അതിനുശേഷം അതിൻ്റെ പിന്നാലെ വളരെയധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതും പ്രാവർത്തികമാക്കുമെന്നാണ് ഞങ്ങളെ വിശ്വാസം. നിയമസഭാ സാമാജികനായിട്ട് 5 വർഷം പൂർത്തിയാക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു 5 വർഷം? ഈ 5 വർഷം ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന MLA, ഭരണപക്ഷത്തിൻ്റെ എല്ലാ അവഗണനയും നേരിടുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന ഒരംഗം. എന്നാലും അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും എൻ്റെ കയ്യൊപ്പുണ്ട്. അസംബ്ലിയിൽ നിരന്തരമായി ഏത് സമയം സംസാരിച്ചാലും മെഡിക്കൽ കോളേജിൻ്റെ വികസനം, അതിൻ്റെ വിപുലീകരണം ആവശ്യപ്പെട്ടത്. ഒരുപാട് നിങ്ങൾക്കറിയാലോ, 25 ഏക്കർ സൗജന്യമായിട്ട് നൽകിയിട്ട് അതുപോലെ ഏറ്റെടുത്തിട്ടില്ല. അവിടുത്തെ പ്രതിപക്ഷം കാര്യമായിട്ട് പറഞ്ഞിരുന്നത് അവിടെ ഒരു ഇടുങ്ങിയ സ്ഥലമാണെന്ന്. അതിന് പരിഹാരം കണ്ടു. അവിടുത്തെ കമ്മിറ്റി, അവിടുത്തെ HDSൻ്റെ കമ്മിറ്റി ഞങ്ങൾ തിരഞ്ഞെടുത്തൊക്കെ പോയി കണ്ട് 50 ഏക്കർ കണ്ടു. 25 ഏക്കർ സൗജന്യമായി എഴുതി കൊടുത്തു കലക്ടർക്കും മുഖ്യമന്ത്രിക്കും. പക്ഷെ ഇന്നുവരെ അത് ഏറ്റെടുത്തില്ല. സങ്കടം തോന്നുകയാണ്. അപ്പോൾ ഈ ചങ്ങണ ബൈപ്പാസ് റോഡ് പൂർത്തിയായി. അതുപോലെ തന്നെ വളരെ കാലമായിരുന്നിരുന്ന പ്രശ്നമാണ് നമ്മുടെ നിലമ്പൂർ റോഡ്, ജസീല ജംഗ്ഷൻ മുതൽ നെല്ലിപ്പറമ്പ് വരെയുള്ള സ്ഥലം. ഇപ്പോൾ അതിലൊരു ഒരു വ്യാപാരികളുടെ പ്രധാനപ്പെട്ട എതിർപ്പുണ്ടായിരുന്നു. നഗരസഭാ ചെയർമാനൊക്കെ വളരെ കാര്യമായിട്ട് ഇടപെട്ടു. അതുപോലെ തന്നെ അത് ഇടപെട്ട് ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ കൾവർട്ടിൻ്റെ പ്രവർത്തനം തുടങ്ങി. ഇനി ഇതും കൂടി ആ വീതി കൂടി വലിപ്പം കിട്ടിയാൽ ഉടനെ തന്നെ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കും എന്നുള്ളതാണ് നമ്മൾ വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വരിയാലിൽ നിന്ന് കോണിക്കലിൽ 5 കോടി റുപ്യയുടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഒരു MLA ഒരു KSRTC ഒരു സ്വപ്നമായി കിടക്കുകയാണ്. അതിൻ്റെ നമ്മൾ അസംബ്ലി ചെന്ന ഉടനെ തന്നെ ആവശ്യപ്പെട്ട ആദ്യം നിവേദനം ഒരു ഡിപ്പോ അവിടെ പാടുന്നില്ല. അന്നത്തെ മന്ത്രി അത് അംഗീകരിച്ച ആൻ്റണി രാജു ബഡ്ജറ്റിൽ 2 കോടി ഉറുപ്പിക നീക്കിവെച്ചു. പക്ഷേ പിന്നെ അവർ പറഞ്ഞ പൈസ ഇല്ല എന്നാണ് നീക്കിവെക്കാൻ. എന്താ വെച്ചാൽ സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഓഫീസ് അവിടെ കൊണ്ടുവന്നു, മുനിസിപ്പാലിറ്റി എല്ലാ സൗകര്യം ചെയ്തു, വാടകയില്ലാതെ റൂം കൊടുത്ത്. പക്ഷേ എന്നിട്ടും അതതിൻ്റെ നല്ല നിലയിൽ പോകുന്നില്ല. അതൊക്കെ ഞങ്ങൾക്ക് തോന്നുന്ന നമ്മുടെ മഞ്ചേരിയോടുള്ള ഒരു അവഗണനയുടെ ഒരു ഭാഗമാണിതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.